നമസ്കാരം. വെറുതെ വന്ന് പട്ടിണി കിടക്കാൻ 1,500 രൂപ വേണ്ടുന്ന കേരളത്തിൽ 250-300 രൂപ ദിവസവേതനത്തിന് പണിയെടുക്കുന്ന ആശാ വർക്കർമാർ നടത്തുന്ന സമരം അതുകൊണ്ട് തന്നെ പ്രസക്തമാണ്. അവർ ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതാണ്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് കേന്ദ്രവും സംസ്ഥാന സർക്കാരും എല്ലാം ഒരേപോലെ പറയുന്നു. പക്ഷേ ഈ സമരം ആര് പരിഹരിക്കും? ഇവരുടെ പ്രശ്നങ്ങൾക്ക് ആര് പരിഹാരം കാണും എന്നുള്ള ചോദ്യം അതിങ്ങനെ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരും ഇവിടുന്ന് പന്ത് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ് എന്ന് വേണം പറയാൻ. ആശാവർക്കർമാരുടെ സമരത്തോട് അനുഭാവപൂർണ്ണമായാണ് സംസ്ഥാന സർക്കാർ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് എന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നു. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അവർക്ക് കൂലി കൂട്ടി കൊടുക്കണം, ഓണറേറിയം കൂട്ടി കൊടുക്കണം, ഇതെല്ലാം കൂട്ടി കൊടുക്കും. പക്ഷേ എന്ന് കൊടുക്കും എന്നുള്ള ചോദ്യത്തിന് നിലവിൽ ഉത്തരവില്ല. സഹായിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം സഹായം വരട്ടെ എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ സ്വീകരിച്ചത്. കേന്ദ്രമാകട്ടെ ആശാ വർക്കർമാരുടെ ഓണറേറിയം അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൂട്ടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ കേന്ദ്രത്തിനും സംശയമൊന്നുമില്ല. അത് കൂട്ടുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പറയുകയും ചെയ്തു. പക്ഷേ ഇതെന്ന് സംഭവിക്കും എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോഴും അന്തരീക്ഷത്തിലുള്ളത്. ഏതായാലും ആശാ വർക്കർമാർ അവരുടെ സമരത്തിൻ്റെ മറ്റൊരു രൂപത്തിലേക്ക് കടന്നിരിക്കുന്നു. നിരാഹാര സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. ആരോഗ്യ മിഷനുമായി ചർച്ച നടത്തി തോറ്റു. അത് കഴിഞ്ഞ് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു, പരാജയപ്പെടുന്നു. നിരാഹാര സമരത്തിലേക്ക് അവർ പോകുന്നു. ആശാ വർക്കർമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും നിർത്തുന്നതിൽ സങ്കടമുണ്ട് എന്ന് പറയുന്ന സംസ്ഥാന ആരോഗ്യമന്ത്രി, നിങ്ങൾക്കിതെല്ലാം ഞങ്ങൾ കൂട്ടിത്തരാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ കൂട്ടും എന്ന് പറയുന്നു. എത്ര വരെ കൂട്ടും, എന്ന് കൂട്ടും എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. കേന്ദ്രമാണ് സഹായിക്കേണ്ടത് എന്നുള്ള നിലപാട് തന്നെയാണ് അവിടെ. ഏതായാലും പുതിയ ഓരോരോ വിവാദങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആശമാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഈ ആഴ്ച ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കും എന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നതിന് പിറ്റേന്ന് ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയത് പക്ഷേ ക്യൂബൻ ആരോഗ്യ മന്ത്രി അടങ്ങുന്ന സംഘത്തെ കണ്ട് ചർച്ച നടത്താനാണ്. സംസ്ഥാന ആരോഗ്യമന്ത്രിക്കൊപ്പം ധനമന്ത്രി KN ബാലഗോപാലും ന്യൂനപക്ഷ മന്ത്രി അബ്ദുൾ റഹ്മാനും ഈ ഡെലിഗേഷനിലുണ്ട്. പക്ഷേ വാർത്താസമ്മേളനത്തിൽ ക്യൂബൻ സംഘത്തെ കാണാനാണ് പോകുന്നതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി പോയത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ആശാസമരം ചർച്ച നടത്താനാണ് എന്നുള്ള വാദമുയർന്നു. കണ്ണിൽ പൊടിയിടാനാണ് ആരോഗ്യമന്ത്രിയുടെ പോക്ക് എന്ന് ആക്ഷേപമുയർന്നു. ഏതായാലും കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല. അത് അടുത്ത ആഴ്ചയോടെ കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അപ്പോയിൻമെൻറ്റ് 18-ാം തീയതി എന്തോ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു പോയെങ്കിലും അദ്ദേഹം കാണാനുള്ള സമയം അനുവദിച്ചില്ല. പാർലമെന്റിലെ തിരക്കാണ്. കേന്ദ്രമന്ത്രിയെ കാണാൻ പറ്റാത്ത പ്രശ്നമില്ല. കേന്ദ്രമന്ത്രിയോട് അപ്പോയിന്റ്മെന്റ് പോലും ചോദിക്കാതെയാണ് പോയത്. രാവിലെ അവിടെ ചെന്നിട്ട് കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാൽ കഴിയില്ല എന്നറിയാത്തവരാണ് ഈ സംസ്ഥാന മന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നതെങ്കിൽ ഈ സർക്കാരിന്റെ കഴിവില്ലായ്മയാണത്. അതുമായി ബന്ധപ്പെട്ട പ്രതിവാദങ്ങൾക്കൊടുവിൽ സംസ്ഥാന ആരോഗ്യമന്ത്രി പോയത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനല്ല എന്ന ഔദ്യോഗിക വിശദീകരണവും സ്ഥിരീകരണവും CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതേ കാണാൻ ശ്രമിക്കുന്നത്, ഡൽഹിക്ക് പോകുന്നുണ്ട്, കാണാൻ ശ്രമിക്കുന്നില്ല പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും. അവിടെ ക്യൂബൻ ഡെലിഗേഷനുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള ഉറപ്പാണ്. അതാ കാര്യം. അത് പോയപ്പോൾ ഇതും കൂടി കാണുമെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പേരിൽ വാർത്താത്തിൽ ഞാനില്ല. ആശമാരുടെ സമരം ആര് തീർക്കും, എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ചോദ്യം. നിലവിൽ കിട്ടുന്ന 7,000 നിന്ന് 21,000 രൂപ വേണം. വിരമിക്കൽ ആനുകൂല്യങ്ങൾ വേണം. തൊഴിലാളികളായി അംഗീകരിക്കണം. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ ആശമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. അവരാ ഉന്നയിക്കുന്ന ഓരോ ആവശ്യവും ന്യായമാണ് താനും. ഇത് പരിഹാരമുണ്ടാകേണ്ടത് എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുക. മിനിമം കൂലി തരാം എന്ന് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ LDF അവരുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ്. മിനിമം കൂലി ഇവർക്ക് നൽകണമെങ്കിൽ ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതുണ്ട് എന്നൊരു വാദമാണ് ഇപ്പുറത്ത് ഉയർന്നു വരുന്നത്. ആരാണ് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത്? കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആശാ പ്രവർത്തകർ, അവർ വോളണ്ടിയർമാർ, അവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതും കേന്ദ്ര സർക്കാരാണ് എന്നാണ് സംസ്ഥാനത്തു നിന്ന് ഉയരുന്ന വാദം. ഈ വാദങ്ങൾക്ക് ഇതുവരെയും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഒരു മറുപടി ഉണ്ടായിട്ടില്ല എന്ന് ശ്രദ്ധേയമാണ്. അപ്പോൾ തന്നെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ പരാതികൾ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സംസ്ഥാന സർക്കാർ കൂട്ടാനുള്ളത് കൂട്ടിത്തരണം.
കേന്ദ്രം കൂടുന്നെങ്കിൽ കൂട്ടട്ടെ എന്നുള്ള നിലപാടാണ്. അവിടെയാണ് സംസ്ഥാന സർക്കാരും CPM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും ഈ ചോദ്യം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ആശാവർക്കർമാരുടെ ശബ്ദമുയരുന്നില്ല? ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുന്നില്ല? അവിടെ തന്നെയാണ് രാഷ്ട്രീയം ആരോപിക്കപ്പെടുന്നത്. SUCയുടെ യൂണിയന് നേതൃത്വം നടക്കുന്ന ഈ സമരത്തിൽ പിന്നെ പങ്കെടുക്കുന്നത് BMS യൂണിയൻ മാത്രമാണ്. ഞങ്ങളുടെ പ്രവർത്തകൻ സമരത്തിനുണ്ട് എന്ന് കാട്ടി BMS യൂണിയൻ സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകുന്നത് മാർച്ച് 4-നാണ് എന്നാണ് വരുന്ന വിവരം. SUCയെയും BMSും ചേർന്ന് നടത്തുന്ന ഒരു സമരത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പിന്തുണ നൽകുന്നു. കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് MLA-മാരുമായി സഭയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. സാർ, ഈ സമരം ന്യായമായ ആവശ്യമാണ്. ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം. അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്തു. കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും INTUC എന്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് സമരത്തെ എതിർക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. INTUC കോൺഗ്രസിൻ്റെ പോഷക സംഘടനയല്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന് രക്ഷപ്പെടാമെങ്കിലും വാസ്തവതല്ലല്ലോ. എന്തുകൊണ്ട് INTUC സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. നിയമസഭയിൽ നിന്നും പ്രശ്നം വന്നു. സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിച്ചു. പതിവ് മറുപടി തന്നെ സംസ്ഥാന സർക്കാരും നൽകി. മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി MP രാജേഷ് അദ്ദേഹവും പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് സഹായമുണ്ടാകാതെ നിവൃത്തിയില്ല എന്നാണ്. ഏതായാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സമരം അവസാനിച്ചേ പറ്റൂ. ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്? പരസ്പരം പഴിചാരി കേന്ദ്രവും സംസ്ഥാനവും മുന്നോട്ട് പോവുകയാണ്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂലി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന നിലപാട് കേന്ദ്രം എടുക്കുന്നു. സംസ്ഥാനവും അതുതന്നെ പറയുന്നു. പക്ഷേ ആര് ഇത് പ്രഖ്യാപിക്കും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. എത്രയും വേഗം ഈ ആശാസമരം അവസാനിക്കട്ടെ. 26,000 പേരിൽ 400 പേർ നടത്തുന്ന സമരം എന്ന് പറഞ്ഞ് അതിനെ അധിക്ഷേപിച്ച് മാറ്റി നിർത്താനാവില്ല. സമരം ആര് ചെയ്താലും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരം തന്നെയാണ്. സമരത്തെ അധിക്ഷേപിക്കുന്നവരുണ്ട്, സമരത്തെ പിന്തുണയ്ക്കുന്നവരുണ്ട്, സമരത്തെ വിമർശിക്കുന്നവരും എല്ലാം ഉണ്ട്. ആശാപ്രവർത്തകരോടാണ് നിങ്ങളുടെ സമരം ന്യായമുള്ളതാണ്, അത് ആര് പരിഹരിച്ചാലും എത്രയും വേഗം അത് പരിഹരിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആശാപ്രവർത്തകരുടെ സമരത്തെ നേരത്തെ പറഞ്ഞ പോലെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എല്ലാവരുമുണ്ട്. അല്ലെ, സമരത്തെ വിമർശിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആ സമരപ്പന്തലിലേക്ക് ചില മാധ്യമപ്രവർത്തകരെ സമരപ്പന്തലിൽ നിന്ന് കഴിഞ്ഞ ദിവസം അട്ടിപ്പായിക്കുന്നത് കണ്ടു. സമരത്തെ വിമർശിച്ചു എന്ന പേരിൽ ഇങ്ങനെ ആളുകളെ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. സംസ്ഥാന സർക്കാർ നിങ്ങളുടെ സമരത്തെ തള്ളിപ്പറയുന്നു, CPM നിങ്ങളുടെ സമരത്തെ തള്ളിപ്പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന നിങ്ങൾ സമരത്തെ വിമർശിക്കുന്നു എന്നതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ ആ പരിസരത്തു നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സമരപ്പന്തലിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്ന് കൂടി ആലോചിക്കാം. സമരത്തെ ഉൾക്കൊള്ളാനും തള്ളാനും കൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് എന്നത് ഓർക്കുക. ഏതായാലും നിങ്ങളുടെ സമരം എത്രയും വേഗം നിങ്ങൾക്ക് നല്ല നീതി കിട്ടി അവസാനിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.